മകര വാവിന് ബലിയിട്ട് പ്രാർത്ഥിച്ചാൽ പിതൃക്കളുടെ അനുഗ്രഹവും മുൻ ജന്മത്ത് നിങ്ങൾ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, പിതൃക്കൾ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പിതൃക്കളോട് ചെയ്ത തെറ്റുകൾ, പാപകർമ്മങ്ങൾ എല്ലാത്തിനും ഉള്ള പരിഹാരമാണ് മകരവാവ് ബലി. നമസ്കാരം, പ്രിയ SK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ മകരവാവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ തൈ അമാവാസി എന്ന് പറയുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള വ്രതദിനമാണ്. പിതൃക്കൾക്ക് ബലിയിട്ട് അവരെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കുകയും അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്ത സകലമാന തെറ്റുകളും അവർ പുറത്ത് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിച്ച് പിതൃലോകത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോകുകയാണ്. തൈ അമാവാസി ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സൂര്യനും ചന്ദ്രനും പിതൃകാരകനും ചന്ദ്രൻ മാതൃകാരകനുമാണ്. ശനിയുടെ സ്വക്ഷേത്രമായ മകരം രാശിയിൽ സൂര്യനും ചന്ദ്രനും വരുന്ന ദിവസമാണ് തൈ അമാവാസി അല്ലെങ്കിൽ മകരവാവെന്ന് പറയുന്നത്. ഈ ദിവസം പിതൃക്കൾക്ക് പിതൃദർപ്പണം ചെയ്യുന്നത് നല്ലതാണ്. ആയതുകൊണ്ട് പിതൃക്കളുടെ പൂർണ്ണമായ തൃപ്തി ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കുകയും നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യും. പിതൃക്കൾ അല്ലെങ്കിൽ കുടുംബവശാൽ മരണപ്പെട്ടവരുടെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ തിഥി അറിഞ്ഞുകൂടാത്തവർ ഈ ദിവസം മകരവാവിന് ബലിയിടുന്നത് വളരെ നല്ലതാണ്. ചിലർക്ക് മരിച്ചുപോയ ദിവസം അറിഞ്ഞുകൂടാതെ ഇരിക്കാം, അല്ലെങ്കിൽ തിഥി അറിഞ്ഞുകൂടാതെ ഇരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ തൈ അമാവാസി അല്ലെങ്കിൽ മകരമാസം പിതൃലോകത്തു നിന്നും പിതൃക്കൾ ഭൂമിയിൽ വന്ന് ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് മടങ്ങുന്ന പിതൃക്കളെ ദർപ്പണം ചെയ്ത് തൃപ്തിപ്പെടുത്തി വീണ്ടും പിതൃലോകത്തേക്ക് അയക്കുന്നു. ഈ ദിവസം മകര അമാവാസി അല്ലെങ്കിൽ മകരവാവിന് ബലിതർപ്പണം ചെയ്യാതിരുന്നാലോ അവരെ സ്മരിച്ചുകൊണ്ടിരിക്കാതെ ചെയ്യുന്നത് പാപകരമാണ് എന്ന് ശാസ്ത്രങ്ങൾ തന്നെ പറയുകയാണ്. അമാവാസി നാളിൽ പിതൃക്കൾക്ക് വിശപ്പും ദാഹവും അധികമാണെന്ന് പറയാറുണ്ട്. കറുത്ത എള്ള് നിറഞ്ഞ വെള്ളത്തിൽ ദർപ്പണം ചെയ്യണം. ആറ്റിൽ അല്ലെങ്കിൽ കടലിൽ ചെന്ന് ദർപ്പണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബലിദർപ്പണം ചെയ്യുമ്പോൾ കിഴക്കോട്ട് ദർശനമായി ചെയ്യണം. ബലിദർപ്പണം ചെയ്ത് തിരികെ വീട്ടിൽ വന്ന് മരിച്ചവരുടെ ചിത്രത്തിൽ ചന്ദനം കുങ്കുമം തൊട്ട് അവരെ തുളസി മാല ചാർത്തി പ്രാർത്ഥിക്കണം. പിതൃക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പിതൃക്കൾക്ക് വിളമ്പിയ ഭക്ഷണം ആദ്യം കാക്കയ്ക്ക് നൽകുന്നത് കൊണ്ട് പിതൃക്കളുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും, അമാവാസി ദിവസം വീടിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും നിങ്ങൾ കോലമിടരുത്. തലയിൽ എണ്ണ തേടിച്ച് കുളിക്കരുത്. ഇങ്ങനെ ചെയ്താൽ അത് ദോഷകരമാണ്. അതുകൊണ്ട് അന്നേ ദിവസം പിതൃക്കളെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ബലികർമ്മങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ ബലികർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ അവരെ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. അന്നേ ദിവസം ഈ പറഞ്ഞതുപോലെ പിതൃക്കളുടെ ചിത്രത്തിൽ മാലയിട്ട് പ്രാർത്ഥിക്കണം.
പ്രത്യേകിച്ച് തുളസിമാലയാണ് ചാർത്തേണ്ടത്. അങ്ങനെ പിതൃക്കൾക്ക് മകരവാവു ദിവസം പിതൃദർപ്പണം ചെയ്ത് അവരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പിതൃക്കളുടെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ദിവസം കേരളത്തെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, അതായത് പരശുരാമ ക്ഷേത്രം, തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന പ്രദേശത്തുള്ള പരശുരാമ ക്ഷേത്രത്തിലെത്തി ബലികർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അന്നേ ദിവസം പിതൃക്കൾക്ക് പ്രത്യേകിച്ച് തില ഹോമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബലികർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തിലഹോമം കൂടെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അന്നേ ദിവസം അനാഥരായവർക്കോ അല്ലെങ്കിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ്. അന്നദാനം നൽകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബലികർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ പിതൃക്കളെ സ്മരിക്കുകയും അവരുടെ സ്മരണാർത്ഥം അന്നദാനങ്ങളൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ്. പ്രധാനമായിട്ട് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുകയും അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹങ്ങൾ നടക്കുവാനും പുത്ര സൗഭാഗ്യങ്ങൾ കൈവരിക്കാത്തവർക്ക് പുത്ര സൗഭാഗ്യങ്ങളും പിതൃക്കളുടെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് ലഭിക്കുന്നതാണ്. കർക്കിടക വാവിന് ബലിതർപ്പണം ചെയ്തവരും അന്നേ ദിവസം ബലിതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായും മകരവാവിന് ബലിതർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ അധികം ശ്രേഷ്ഠമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതുപോലെ തന്നെ പിതൃലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്ന ദിവസമാണ് ഈ മകരവാവ് ദിവസം, അല്ലെങ്കിൽ തൈ അമാവാസി ദിവസം. ഈ ദിവസം ബലികർമ്മങ്ങൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ്. ഈ ദിവസം ബലികർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും പുണ്യ നദികളിൽ ചെന്ന് നീരാടുന്നതും വളരെ ശ്രേഷ്ഠമാണ്. മകരവാവിന് നിങ്ങൾ ബലിയിട്ട് പ്രാർത്ഥിച്ചാൽ പിതൃക്കളുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിച്ച് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരുകയും അതുമാത്രമല്ല പിതൃക്കളുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് മാത്രമല്ല, അവർ ജീവിച്ചിരുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തിട്ടുള്ള സകലമാന തെറ്റുകളും പുറത്ത് ആ പാപങ്ങൾക്കുള്ള പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ്. അതുകൊണ്ട് മകരവാവിന് ബലിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സകലമാന സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.